എവ്രി വൺ. നമ്മളുടെ എല്ലാം മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ഫിലിപ്പിനോ സ്വദേശിയായിട്ടുള്ള ഒരു വീട്ടുജോലിക്കാരി അവരുടെ സ്പോൺസറിൻ്റെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വാഷിംഗ് മെഷീനിലിട്ട് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാം നടുങ്ങിപ്പോയി. നമ്മളുടെ എല്ലാം കുട്ടികൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മളുടെ വീടുകളിൽ എത്രയോ ഹൗസ് മെയ്ഡുമാരെ നമ്മൾ വെച്ചിരുന്നു. നമ്മൾ എത്രമാത്രം ടെൻഷൻ എടുത്തിട്ടാണ് ജോലിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ആലോചിച്ചു പോയി. ഇപ്പോൾ ഇത്ര ദാരുണമായിട്ടുള്ളൊരു സംഭവം കേട്ടപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക? നമ്മളുടെ മനസ്സിൽ വളരെയധികം സംശയങ്ങളും ഭയങ്ങളും അതുപോലെ പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് ഓടി വന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കുട്ടികൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ എന്തുമാത്രം പ്രയാസങ്ങളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. നമുക്കറിയാം, നമ്മളുടെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ മിക്കവാറും ആശ്രയിക്കുന്നത് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ കുവൈറ്റിൽ ഒരുപാട് നാഷണാലിറ്റിക്കാരായിട്ടുള്ള ഹൗസ് മെയ്ഡുമാരുണ്ട്. അതായത് ശ്രീലങ്കക്കാരുണ്ട്, ഇന്ത്യയിൽ നിന്ന് തന്നെ പല നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളുകളുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, ഇപ്പോൾ നേപ്പാളിൽ നിന്നുണ്ട്, മലയാളികളുണ്ട്. അങ്ങനെ ഏത് രീതിയിലുള്ള ഹൗസ് മെയ്ഡുമാർ നമ്മൾക്കിവിടെ കിട്ടും. ഒരു കാലത്ത് വളരെയധികം ഇവർക്ക് സാലറി കുറച്ചൊക്കെ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ഡിമാൻഡാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ വിസ ഉള്ളവരും ഇല്ലാത്തവരും അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചില ആളുകളായിട്ട് നാട്ടിൽ നിന്നും അവരുടെ സ്വന്തമായ വിസയിൽ ആളുകളെ നാട്ടിൽ നിന്നും മെയ്ഡുമാരായിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എല്ലാ ഹൗസ് മെയ്ഡുമാരെയും ഒരുമിച്ച് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ അല്ല ഇത്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ കടന്നുപോയ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്നേഹിതരായിട്ടുള്ള പല നേഴ്സസും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പല രീതിയിലുള്ള മെയ്ഡുമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചില ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെപ്പോലും നോക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ അവരുടെ സ്പോൺസേഴ്സോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന വീട്ടിലെ ആളുകൾ ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ പൊട്ടിക്കരയുന്ന ആൾക്കാരുണ്ട്. വളരെ ആത്മാർത്ഥമായി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ബന്ധങ്ങൾ നിലനിർത്തുന്ന ആളുകളുമുണ്ട്. എനിക്കുമുണ്ട് അങ്ങനെ 1-2 പേര്. പക്ഷേ എങ്കിൽ പോലും കൂടുതലായിട്ടുള്ള ആളുകളിൽ നിന്നും നേരിട്ടിട്ടുള്ള പല ദുരനുഭവങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ പേടിച്ചു പോകാറുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇവരെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകും? ദൈവത്തെ ഏൽപ്പിച്ചിട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു നിവൃത്തിയുമില്ല. കാരണം ഇവരുടെയൊന്നും കയ്യിൽ നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരല്ല. ഇവരുടെ കയ്യിൽ നിന്നല്ല നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ പോലും മാനുഷികമായി ഒരു അമ്മമാർ ഏകദേശം ഒരു 60 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കുട്ടികളെ ഏൽപ്പിച്ചു പോകുന്നത് ഒരു പരിചയവുമില്ലാത്ത ഇതുപോലെ ഹൗസ് മെയ്ഡുമാരുടെ കയ്യിലാണ്. നമ്മൾ പലപ്പോഴും വീട്ടുജോലിക്ക് ആളെ എടുക്കുമ്പോൾ പരിചയത്തിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ മുൻപേ നിന്ന ആളുകളുടെ പരിചയത്തിലുള്ള ആളുകളെയൊക്കെ ആയിരിക്കും എടുക്കാൻ നമ്മൾ ശ്രമിക്കാറ്. 1-2 ദിവസം അവർ നമ്മൾ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ നല്ല ബിഹേവിയർ, നല്ല ക്യാരക്ടറൊക്കെയാണ് അവർ കാണിക്കാറുള്ളത്. കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കാളും നന്നായിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്നൊക്കെ നമ്മൾക്ക് തന്നെ അതിശയം തോന്നുന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇവരുടെ ഒറിജിനൽ സ്വഭാവം പുറത്തെടുക്കാറുണ്ട്. പലപ്പോഴും ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ക്രിസ്ത്യാനികളുടെ പേരായിട്ട് അവർ മാറും. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഹിന്ദുക്കളുടെ പേരായിട്ട് അവരുടെ പേര് പറയും. എൻ്റെ വീട്ടിൽ നിന്നിരുന്ന ഒരു സഹോദരി പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരുടെ പേര് മേരി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ നമ്മളുടെ വീട്ടിൽ നിരീക്ഷണ ക്യാമറ വെച്ചിരുന്നുകൊണ്ട് തന്നെ അവർ ഫോൺ വിളിച്ച് അവരുടെ സുഹൃത്തിനോട് പറയുകയാണ്, വസന്ത എന്നൊന്നും എൻ്റെ പേര് ഇവിടെ ഒന്നും പറഞ്ഞേക്കരുത്, കാരണം ഞാൻ ഇവിടെ മേരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ചിരിയും അതുപോലെ തന്നെ ഭയവുമായി. കാരണം എന്തെല്ലാം കള്ളങ്ങളായിരിക്കും ഓരോ ദിവസവും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൻ്റെ റിയാക്ഷനെല്ലാം കുട്ടികളോടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും സഹിച്ചും ക്ഷമിച്ചുമൊക്കെയാണ് ഇവരുടെ അടുത്ത് നിൽക്കാറുള്ളത്. ചില ആളുകളായിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ അവർ സമ്മതിക്കാറില്ല. അവർ വിസമ്മതിക്കാറുണ്ട്. അവർ വളരെ പൊളൈറ്റായിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോളാം എന്ന് പറയുകയും വീട്ടിൽ നിന്ന് എല്ലാവിധമായിട്ടുള്ള സാമഗ്രികളും അവരെടുത്തുകൊണ്ട് പോവുകയും അങ്ങനെ അവർ ഒരു പാക്കറ്റിലാക്കി എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുപോകുന്ന മോഷണത്തിൻ്റെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകും. ഒരു കവറിലാക്കി വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ഇതെല്ലാം കൊണ്ടുവയ്ക്കുകയും ഇറങ്ങിപ്പോകാൻ നേരത്ത് ഇതെല്ലാം കൊണ്ടുപോവുകയും ചെയ്യുന്ന അങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് എത്രയോ പേർ പിടിച്ചിരിക്കുന്നത്. എത്രയോ വീടുകളിൽ നിന്നും മോഷണം ആയിട്ട് സ്വർണവും അതുപോലെ പണവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ ഇവരെക്കുറിച്ച് അന്വേഷിച്ചാൽ ഒരുപക്ഷെ അവർ നാട് വിട്ടു പോയിട്ടുണ്ടാകും. അങ്ങനെ എത്രയോ സംഭവങ്ങളാണ് കുവൈറ്റിൽ നടന്നിരിക്കുന്നത് ഓരോ വീടുകളിലും. ചിലരാകട്ടെ കുട്ടികൾ ഒരുപാട് കരയുകയോ ശല്യമുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ പാലിൽ അല്പം ഉറങ്ങാനുള്ള മരുന്ന് കൂടി കൊടുത്ത് കുഞ്ഞുങ്ങളെ ഉറക്കിക്കിടത്ത് അവർ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ
അതുപോലെ തന്നെ ചില സമയത്ത് അവരുടെ കാമുകന്മാർ നമ്മളാരും വീട്ടിലില്ലാത്ത സമയത്ത് വിളിച്ചുകൊണ്ട് വരികയും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്ത് ഇത്രയും വർഷത്തെ ഒരു പരിചയത്തിൻ്റെ ഇടയ്ക്ക് കുവൈറ്റിൽ ഇങ്ങനെ നമ്മൾ വിശ്വാസം അർപ്പിച്ച് പോകുന്ന പല ആളുകളും നമ്മളെ ചീറ്റ് ചെയ്തുകൊണ്ട് എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ പോലും എൻ്റെ ജീവിതത്തിൽ പോലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ജീവിക്കുന്ന എത്രയോ നല്ല വേലക്കാരുമായിട്ടുള്ള അനുഭവങ്ങളുമുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നമ്മൾക്ക് പണി തരുന്ന, നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ഒരു പക്ഷേ അവർ വിളിച്ച് പറയുന്നത് ഇന്ന് നമ്മൾ വരുന്നില്ല എന്ന്. അങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഓഫ് എടുക്കാനൊന്നും പറ്റില്ലാത്ത സമയത്ത് നമ്മൾ നിവൃത്തികേട് കൊണ്ട് സിക്ക് ലീവ് എടുക്കുകയും പിന്നീട് അതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾക്ക് വഴക്ക് കേൾക്കുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ. നമ്മൾ പബ്ലിക് ഹോളിഡേയിൽ എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഈ ഹൗസ് മെയ്ഡും അവരും പറയും ഞങ്ങൾക്കും പബ്ലിക് ഹോളിഡേ വേണമെന്ന് പറഞ്ഞ് ആ സമയത്ത് പോലും വരാതെ എന്തെങ്കിലും സിക്നസ് ഒക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അവധിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി എന്തെങ്കിലും നമ്മൾ ഇവരോട് ഒച്ചയെടുക്കുകയോ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ പല സാധനങ്ങളും പൊട്ടിയിരിക്കുകയും അല്ലെങ്കിൽ പല സാധനങ്ങളും മിസ്സാവുകയൊക്കെ ചെയ്യും. കാരണം ഇവരുടെ ദേഷ്യം തീർക്കുന്നതൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ എത്രയോ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ളത് എന്നൊക്കെ ഓർക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ദൈവം എന്തുമാത്രം പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് മാത്രം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ ഫിലിപ്പിനോ മെയ്ഡ് ചെയ്ത ആ ക്രൂരകൃത്യം ഓർക്കുമ്പോൾ ഒരു പേരൻസിനും അവരോട് ക്ഷമിക്കാൻ പറ്റുകയില്ല. എന്താണ് അവർ നേരിടാൻ പോകുന്ന കോൺസിക്വൻസസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മനസാക്ഷിയുള്ള ആർക്കും ഈ വാർത്ത കേട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റാത്ത ഒരു വാർത്തയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തെറ്റുകൾ ജീവിതത്തിൽ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഒരിക്കലും ആരും ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാതിരിക്കട്ടെ. നമ്മളുടെ കുട്ടികൾ ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതരാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് പോകാം എന്നുള്ളതല്ലാതെ നമ്മൾക്ക് വേറൊരു നിവൃത്തിയും തൽക്കാലമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പക്ഷേ ആളുകളെ ഒന്നുകൂടെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ കുറച്ച് ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം അവരെ തുടർച്ചയായിട്ട് ജോലിക്ക് വയ്ക്കാൻ ശ്രമിക്കുക.